ഒരു MP വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാൾ ചർച്ചക്കിറങ്ങിയിരിക്കുകയാണ്. ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് ഭയമാണോ? എന്തിനാ ഭയം? നിങ്ങൾക്ക് പേടിയാണോ? വേറെ പണി നോക്ക്. കേൾക്കുമാർ ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുന്നേ, നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, നിങ്ങളുടെ ജില്ലാ നേതാവ്, അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്ത അനിൽകുമാർ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നോ? ആ മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ ഇപ്പോൾ ജയിൽ കിടക്കുന്ന നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കണ്ട, സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംശയം നേരിൽ നിൽക്കുന്ന ആരെയും ഈ പാർട്ടി സംരക്ഷിക്കില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകലാവില്ലേ? വളരെ എഫക്റ്റീവായ പൊളിറ്റിക്കൽ ഡിഫൻസ് ശ്രീ കെ അനിൽകുമാർ. ഞങ്ങളുടേതായ നിലയ്ക്കാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഡിഫൻസിന്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഡിഫൻസിലല്ല. 10 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നടുവ് നിവർത്തുകുന്ന് തലയുയർത്തുകുന്ന് ഈ സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഒരു പത്രസമ്മേളനം നടത്തി. തല കുനിക്കേണ്ടതില്ല ഈ മുഖ്യമന്ത്രിക്ക്. 10 കൊല്ലമായി കേരളം ഭരിക്കുന്നു. നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിലും ഒരു മോദിക്കും മുമ്പിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും തെറ്റുകാരനായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിൽക്കുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഡിഫൻസിന്റെ പ്രശ്നം? ഞങ്ങൾ ഒഫൻസിൽ തന്നെയാണ്. അതുകൊണ്ട് ഡിഫൻസ് എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. കേട്ടില്ലേ, ഇതാ അവന്റെ ഒരു കളി. ഇതിനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ ചിത്രങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിന് പകരം ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, പുറത്താക്കണ്ട. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കള്ളക്കൂട്ടത്തിൽ സംശയമേശിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധമല്ലേ ഫലപ്രദം? ശ്രീ കെ അനിൽകുമാർ, ഈ ചിത്രം ഉയർത്തുന്നതിനേക്കാൾ. അതെ, ഞങ്ങൾ ഈ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? ക്യാമറ ഞങ്ങൾ പ്രതിരോധത്തിലാണോ? ഫോണിൽ പ്രതിരോധത്തിലാണോ? മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ? കമല ഇന്റർനാഷണൽ മുതൽ എത്രത്തോളം ഞങ്ങളുടെ നേരെ കെട്ടിവെക്കുന്നു. ഞങ്ങൾ ഒന്നിലും പ്രതിരോധത്തിലല്ല. ഇപ്പതാ ഇലക്ഷന്റെ കഴിഞ്ഞ് വന്നപ്പോൾ സംഭാവനയുടെ കണക്ക് കിട്ടിയില്ലേ? ഈ മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? താങ്കൾ കമല ഇന്റർനാഷണലിലേക്ക് പോവാണ്, അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് പ്രതിരോധം. ഞാൻ അതിലേക്ക് പറയട്ടെ. ഞങ്ങൾക്ക് ഡിഫൻസിന്റെ പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഒഫൻസിലാണ്. ഞങ്ങളുടെ ഒഫൻസ് എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലക്കാലമായി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകുനിക്കേണ്ട, കേരളത്തിലെ CPM-ഓ ഇടതുപക്ഷമോ മന്ത്രിസഭയോ മന്ത്രിമാരോ തലകുനിക്കേണ്ട ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മുറിവേൽപ്പിച്ച കൊള്ളയിൽ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പേരിന് നടപടി സ്വീകരിക്കാൻ CPM തയ്യാറുണ്ടോ ശ്രീ കെ അനിൽകുമാർ? പേരിന് നടപടി, വിശ്വാസികളെ ബോധ്യപ്പെടുത്താനെങ്കിൽ പേര് നടപടി തയ്യാറുണ്ടോ? അങ്ങനെ പെട്ടെന്ന് പറയാവുന്നല്ലേ? അല്ല, ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ തീരുമാനമായല്ലോ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയതിന് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി MP-മാർക്കെതിരെ എടുക്കുമോ? അടൂർ പ്രകാശിനെ ഇപ്പോ UDF-ന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റുമോ? കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമല അയ്യപ്പ പൂജ ചെയ്ത് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുക, പല കോടതികളിൽ പോയി ജാമ്യമില്ല തള്ളിത്തള്ളി പോവാണ്, കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന് SIT പറയുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ ചോദിക്കുകയാണ് പോറ്റിയെ പോയി കണ്ട ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ പുറത്താക്കുമെന്ന്. എന്തൊരു വാദമാണ് ശ്രീ കെ അനിൽകുമാർ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ഉണ്ടോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങക്ക് ബോധ്യം ഉണ്ടാവുന്നുണ്ടോ അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം? എന്തൊരു വിഡ്ഢിയാണ്. അതെ, ഞാൻ ചോദിക്കാത്തതിന് കാരണം അങ്ങ് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ്. ഹാഷ്മി, ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ചോദിക്കാത്തത്. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തരമാ. ഞാൻ അങ്ങോട്ട് ചോദിക്കാത്തതിന് കാരണം ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത്. ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുക ഇപ്പോഴും, നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുക ഇപ്പോഴും. അങ്ങനെ ചേർത്ത് ബാരക്കിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പോയി കണ്ട സോണിയാഗാന്ധി പുറത്താക്കുമെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് ശ്രീ കെ അനിൽകുമാർ? അതെ, നിങ്ങൾ സ്വയം പറയുന്ന വിഡ്ഢിത്തരം ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. ഞങ്ങൾ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുക്കും. അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊരു കളവ് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചാഞ്ചല്യം ഇല്ലാതെയാണ് ഞാൻ തലകുനിച്ചിരിക്കുന്നത്. നടപടി എടുക്കുന്ന CPM സംസ്ഥാന സമിതി അംഗമായ ശ്രീ കെ അനിൽകുമാറിന് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അടുത്ത ശ്രമത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ. ഒരു കാര്യം ഞാനിപ്പോ പറയാണ്.
ഞാനിപ്പോ പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ ചർച്ചയെ കളവ് പറഞ്ഞ ഒരാളാണ്. ഒരു കളവ് പറഞ്ഞിട്ടില്ല, പോട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പത്മകുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ പറഞ്ഞു. എന്നിട്ട് എന്താ ഇന്ന് വരെ നടപടിയില്ലാത്തത്? നിങ്ങൾ ആദ്യം പറഞ്ഞ കളവായിരുന്നു. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങേക്ക് ധൈര്യമുണ്ടോ കേൾക്കുമാർ? കാരണം എന്താണ്? മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ സംശയത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുൻ MLA നടപടിയെടുക്കും എന്ന് പറയുന്ന ധൈര്യം അങ്ങേക്കുണ്ടോ? അങ്ങയുടെ പാർട്ടിക്കുണ്ടോ? ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അങ്ങനെ ധൈര്യം ഇല്ലാതെ എന്തുകൊണ്ടാണ്? എന്താണ് ഭയക്കുന്നത് നിങ്ങൾ? കൃത്യമായിട്ട് പറയാം. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? എന്റെ ധൈര്യം ഞാൻ കൃത്യം പറയാം. നിങ്ങൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ കോൺഗ്രസിനെ വേണ്ടി ഇങ്ങനെ നാണം കെട്ട വക്കാലത്തുമായിട്ട് വരരുത് കേട്ടാ. ഒരു കാര്യം പറയാം, ഭയമോ ഞങ്ങൾക്കാ ആരെങ്കിലുമോ? നിങ്ങൾ എന്തുദ്ദേശിച്ചിരിക്കുന്നു? ഹാഷ്മി എന്തുദ്ദേശിച്ചിരിക്കുന്നു? എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ പേടിപ്പിക്കലോ. ഭയമാ 10 കൊല്ലം ഭരിച്ചിട്ടാ. പത്മകുമാറിനെതിരെ നടപടി എടുക്കും എന്ന് പറയാൻ നിങ്ങളുടെ നാവിന് വിലങ്ങിടുന്ന എന്താണ് സി കെ അനിൽകുമാർ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്റെ ലോജിക്കിന് മനസ്സിലാവുന്നില്ല. ഇനി അടവൊന്നു മാറ്റിയാലേ രക്ഷയുള്ളൂ. നിങ്ങൾക്ക് ഭയമാണോ? എന്റെ ചോദ്യം, ഹാഷ്മിക്ക് ഭയമാണോ? എന്താ? അടൂർ പ്രകാശിന്റെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ആന്റണിയുടെ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്ക്. ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് ഭയമാണോ? എന്തിനാ ഭയം? നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾക്ക് അടൂർ പ്രകാശിനെ പേടിയാണോ? ഒന്ന് വിളിക്കോ? നിങ്ങൾക്ക് ആന്റണിയെ പേടിയാണോ? കെ അനിൽകുമാർ പത്മകുമാറിനെ എതിരെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങേക്ക് പറയാൻ ധൈര്യമില്ലാത്തത് അങ്ങയുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. എനിക്ക് ആ ബാഗേജ് ഇല്ല. ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിൽ തയ്ക്കാൻ തോന്നുന്നുണ്ട്. കെ അനിൽകുമാർ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയാൻ അനിൽകുമാറിനെ വിലക്കുന്നത് അങ്ങ് CPM പ്രതിനിധി ആയതുകൊണ്ടാണ്. അടൂർ പ്രകാശിനെ വിളിക്കുമെന്നും ചോദിക്കുമെന്നും പറയാൻ എനിക്ക് ഭയമില്ലാത്തത് കാരണം എനിക്ക് ബാഗേജ് ഇല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അപ്പൊ ഒരു കാര്യം പറയാം. പറയൂ. ഒരു MPയെ വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാൾ ചർച്ചക്കിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ UDF ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത്. വേറെ പണി നോക്ക്. കെ അനിൽകുമാർ ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുന്നത്. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, നിങ്ങളുടെ ജില്ലാ നേതാവ് അല്ലേ? കൃത്യമായിട്ട് ഉത്തരം പറയാം. അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവും ഇല്ലാത്ത അനിൽകുമാർ എന്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നോ? എന്ത് അപഹാസ്യമാണ് കെ അനിൽകുമാർ. ശരി, ഒരു കാര്യം. ഒന്ന്, CPMന്റെ ഭരണഘടന അനുസരിച്ച് CPMന് നടപടിയെടുക്കാൻ അറിയാം. അത് ഏതെങ്കിലും ചാനൽ ചർച്ച വരുന്ന അവതാരകന്റെ ഔദാര്യത്തിലല്ല. ഞങ്ങളുടെ ബോധ്യത്തിലാണ് നടപടിയെടുക്കുന്നത്. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഞങ്ങളുടെ ബോധ്യം എവിടുന്നുണ്ടാകുന്നു? ഞങ്ങൾക്ക് വസ്തുതകൾ വരണം. ഇപ്പോ ഞങ്ങളുടെ മുമ്പിൽ SIT നടത്തുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങളില്ല, കുറ്റപത്രം ലഭ്യമല്ല. നാളെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ നടപടിയെടുക്കുന്ന രീതി പാർട്ടിക്കില്ല. ഇതാണ് CPIM. ഞങ്ങളുടെ കാശ്മീരിലൂടെ ഇതാണ് CPIM. അത് കാശ്മീരിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സൗജന്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം. ഷോണ എന്ന് പറഞ്ഞ സാധനം കാശ്മീർക്ക് ഉണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ടോ ആന്റണിയെ കൊണ്ടോ പ്രതികരിപ്പിക്കാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഭീരുവല്ലെങ്കിൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ഞാൻ 1000 തവണ വെല്ലുവിളിക്കുന്നു. ഷോണയുണ്ടെ കൊണ്ടുപോവാ, ഷോണയുണ്ടെ അടൂർ പ്രകാശിനെ കൊണ്ടുപോവാ. നിർത്തടോ, കുറെ നേരമായല്ലോ. പത്മകുമാറിന് നടപടിയില്ലാത്ത എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് എത്ര ചൊടിച്ചാലും പത്മകുമാറിന് നടപടിയില്ലാത്ത എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് എത്ര ചൊടിച്ചാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ഷേത്രക്കൊള്ളയുടെ കോൺസ്പിറേറ്റർ ഒരാൾ എന്ന് SIT കണ്ടെത്തി അകത്തിട്ടേക്കുന്ന, കോടതികളിൽ പലയാവർത്തി ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടിയില്ലാത്തത് എന്താ എന്ന ചോദ്യത്തിന് അങ്ങ് തിരിച്ചു ചൊടിക്കുന്നതിന്റെ കാരണം കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ.